നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ തോൽവിയിൽ നടപടി. DCC പ്രസിഡന്റിനെ നീക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരന്റെ തോൽവിയിൽ കോൺഗ്രസിൽ നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും UDF കൺവീനർ MB വിൻസെന്റിനെയും ചുമതലകളിൽ നിന്നും നീക്കും. ഇരുവരോടും രാജിവെക്കാൻ നിർദ്ദേശം നൽകി. പകരം പാലക്കാട് MP VK ശ്രീകണ്ഠന് ചുമതല നൽകാനാണ് തീരുമാനം. തൃശൂരിലെ സംഘടനയ്ക്കകത്ത് പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് നടപടി. അതേസമയം തൃശൂരിലെ തോൽവിയിൽ അന്വേഷണം നടത്താൻ ഉടൻ അന്വേഷണ കമ്മീഷനെ നിയമിക്കും. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ഒരേ റൺവേയിൽ ലാൻഡിംഗും ടേക്ക് ഓഫും ഒരുമിച്ച്, ഒഴിവായത് വൻ ദുരന്തം. മുംബൈ വിമാനത്താവളത്തിൽ വിമാനാപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഒരേ സമയം ഒരേ റൺവേയിൽ 2 വിമാനങ്ങളാണ് വന്നത്. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ അതേ റൺവേയിൽ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ DGCA അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്തു. കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം, യുവതിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം നെല്ലിക്കാപ്പറമ്പിൽ ഇന്ന് പുലർച്ചെ 2:30-ക്കാണ് അപകടം നടന്നത്. തലശ്ശേരി കതിരൂർ സ്വദേശിയായ മൈമുനയാണ് അപകടത്തിൽ മരണപ്പെട്ടത്. കാറിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചു. സീരിയൽ താരം കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ കേസ്. കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്ന് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ കസബ പോലീസാണ് കേസെടുത്തത്. കുടുംബതർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നാണ് ഇവരുടെ പരാതി. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പോലീസ് കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്തു. കുട്ടിയുടെ വീട്ടിലെത്തിയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. കനത്ത മഴ. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ജാഗ്രതാ നിർദ്ദേശം. നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകൾ 20 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. 84.75 മീറ്ററാണ് ഡാമിന്റെ സംരക്ഷണ ശേഷി. നിലവിൽ 83.10 മീറ്റർ വെള്ളമാണ് ഡാമിലുള്ളത്. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഡാം തുറന്നത്. സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യത. മത്സ്യബന്ധനം പാടില്ലെന്ന് അറിയിപ്പ്. ജൂൺ 13 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജമ്മു കാശ്മീരിൽ തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെ ഭീകരാക്രമണം. 10 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. വെടിവെപ്പിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് 10 പേർ മരിച്ചത്. സ്ഥലത്ത് സുരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. പുന്നപ്ര ഫിഷ്ലാൻഡ് കടലാക്രമണ ഭീതിയിൽ. മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിൽ. 2 ദിവസമായി പ്രദേശത്ത് കടൽ കയറ്റം രൂക്ഷമാണ്. കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുകയാണ്. ഫിഷ്ലാൻഡിന് തെക്കുഭാഗം ടെട്രോപാഡുകളും വടക്കുഭാഗം പഴയ കടൽഭിത്തിയുമുണ്ട്. ഫിഷ്ലാൻഡിന് മുന്നിൽ ജിയോ ട്യൂബാണ് നിരത്തിയിരിക്കുന്നത്. ഇതിന് മുകളിലൂടെയാണ് തിരമാലകൾ അടിച്ചു കയറുന്നത്. ഫിഷ്ലാൻഡിന് മുന്നിലുള്ള ഹൈമാസ് ലൈറ്റ് വരെ തിരമാലകൾ എത്തി. 10 മീറ്ററോളം അകത്തേക്ക് തിരമാലകൾ എത്തുന്നുണ്ട്. ഇതേ രീതിയിൽ കടൽ 2 ദിവസം നിന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രയമായ ഫിഷ് ലാൻഡിംഗ് സെന്ററും ഓർമ്മയാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വൈദ്യുതി വകുപ്പ് ജീവനക്കാർ എത്തി സമീപത്തെ വൈദ്യുതി പോസ്റ്റുകളിലെ വൈദ്യുതി വിച്ഛേദിച്ചു. ആശങ്കയിലാണ് പുന്നപ്ര കടൽ തീരം. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ബോളിവുഡ് സിനിമാ താരങ്ങളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.
ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ, അനിൽകുമാർ എന്നിവരും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, മുകേഷ് അംബാനി എന്നീ പ്രമുഖരും പങ്കെടുത്തു. പിണറായി വിജയൻ ഡൽഹിയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും പങ്കെടുക്കാതെ കേരളത്തിലേക്ക്. ക്ഷണമുണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതെ കേരളത്തിലേക്ക്. PB യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. കേരള ഹൗസിലായിരുന്നു താമസം. കേരള ഹൗസിലേക്കാണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ക്ഷണമെത്തിയത്. എന്നാൽ PB യോഗത്തിന് ശേഷം ഇന്ന് രാത്രി മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങി. നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു.